ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ബൈബിൾ സർവേയുടെ വീണ്ടും ഒരു ക്ലാസ്സിലൂടെ കടന്നു വരാൻ ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാമ ദാനിയേൽ പ്രവചനത്തെ കുറിച്ചാണ്, ദാനിയേൽ പ്രവചനത്തിന്റെ സർവേയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ദാനിയേലിന്റെ പ്രവചനത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇതിന്റെ പശ്ചാത്തലം ഒക്കെ ആ നിലയിൽ ചിന്തിക്കട്ടെ. അതിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ദാനിയേലിന്റെ ജീവിതത്തെ കുറിച്ച്, ദാനിയേൽ എടുത്ത തീരുമാനം, അതുപോലെ ആ ജീവിതത്തെ കുറിച്ചൊക്കെ നമുക്ക് അല്പമായിട്ട് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദാനിയേൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു. അത് മാത്രമല്ല, ദാനിയേൽ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അതുപോലെ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഒരിക്കലും മറ്റ് ദൈവങ്ങളെ സേവിക്കുവാനായിട്ട് ദാനിയേല് കൂട്ടാക്കിയില്ല. അങ്ങനെ എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് തന്റെ അന്ത്യം വരെയും അവസാന ശ്വാസം വരെയും ഉറച്ചു നിന്ന ദാനിയേലിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നാം ചിന്തിച്ചതുപോലെ ദാനിയേൽ പ്രവചന പഠനത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുസ്തകമായിട്ടാണ് ഇരിക്കുന്നത്. ആ നിലയിൽ ദാനിയേലിന്റെ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. അനേക ദർശനങ്ങളും അതുപോലെ അനേക പ്രവചനങ്ങളും നമുക്ക് ഈ പുസ്തകത്തില് കാണാം. അതില് 1-2 ദർശനങ്ങളോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് ചിന്തിച്ചത്. ദാനിയേൽ പ്രവചനത്തില് നാം ആദ്യം കാണുകയുണ്ട് 2-ാം അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം, അതിനെക്കുറിച്ച് ഉള്ള വിവരണം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ വിഗ്രഹം കണ്ടു. തല തങ്കം കൊണ്ടും അതുപോലെ പിന്നീട് വെള്ളി കൊണ്ടും താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും അതുപോലെ കളിമണ്ണ് കൊണ്ടും പണിത ആ വിഗ്രഹത്തിന്റെ ആ സ്വപ്നം നെബൂഖദ്നേസർ രാജാവ് കാണുകയുണ്ടായി. അതിന്റെ അർത്ഥം ദാനിയേല് തനിക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയും ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് തുടർന്ന് വരാൻ പോകുന്ന മേദോ പാഴ്സ്യ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ദൈവം നെബൂഖദ്നേസർ രാജാവിനെ കാണിച്ചത്. അതിനുശേഷം ആരും തൊടാതെ പറഞ്ഞു വന്ന കല്ല്, അത് നാം കാണുകയുണ്ടായി. അത് കർത്താവിന്റെ നിലനിൽക്കുന്ന രാജ്യത്വം, അതായത് മില്ലേനിയൽ കിങ്ഡം, സഹസ്രാബ്ദ വാഴ്ചയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് വേറെ ഒരു സ്വപ്നം പിന്നീട് നെബൂഖദ്നേസർ രാജാവിന്റെ വേറൊരു സ്വപ്നവും ദാനിയേല് വ്യാഖ്യാനിക്കുകയുണ്ടായി 4-ാം അധ്യായത്തില്. അത് കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. 4-ാം അധ്യായത്തില് ആ സ്വപ്നം നമുക്ക് കാണാം. അവിടെയും ദൈവത്തിന്റെ ആ പരമാധികാരവും ദൈവത്തിന്റെ ശക്തിയുമാണ് ആ ദർശനത്തിലൂടെയും ദൈവം നെബൂഖദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം 3-ാമതായിട്ട് വേറൊരു വെളിപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദാനിയേലിന്റെ പ്രവചനത്തിലെ മുഴുവൻ പ്രവചനങ്ങളും നമുക്ക് അത് വിസ്താരമായിട്ടുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിനുള്ളൊരു അവസരമല്ല നമുക്കുള്ളത്. ആ പ്രവചനങ്ങളുടെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ്, രൂപരേഖ മാത്രമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ബെൽഷസ്സർ രാജാവ്, നെബൂഖദ്നേസറിന് ശേഷം ബാബിലോണിയ രാജാവായിട്ടുള്ള ബെൽഷസ്സറിന്റെ വിരുന്നില് ഉണ്ടായ ഒരു സംഭവമാണ് 5-ാം അധ്യായത്തില് കാണുന്നത്. അതിന്റെ അർത്ഥവും ദാനിയേല് അവിടെ പറയുന്നതായിട്ട് അവിടെ 5-ാം അധ്യായത്തില് കാണുന്നുണ്ട്. അവിടെ 1-ാം വാക്യം, 5-ാം അധ്യായം 1-ാം വാക്യപ്രകാരമാണ് വായിക്കുന്നത്. ബെൽഷസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാൺകെ വീഞ്ഞു കുടിച്ചു. ബെൽഷസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവ് മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ആ നിലയിൽ ബെൽഷസ്സർ രാജാവ് ഒരു വലിയ വിരുന്ന് അവിടെ മഹത്തുക്കൾ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് ബെൽഷസ്സർ രാജാവ് അവിടെ നടത്തിയ. അപ്പോൾ അവിടെ ഒരു പ്രത്യേക സംഭവം ആ വിരുന്നിന്റെ ഇടയിൽ ഉണ്ടായി. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളില് അവർ വീഞ്ഞു കുടിച്ചും പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവന്റെ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പഴിഞ്ഞു കാൽ മുട്ടുകൾ ആടിപ്പോയി. അവിടെ ഒരു പ്രത്യേക കാഴ്ച ബെൽഷസ്സർ രാജാവ് അവരെ കാണുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യന്റെ കൈവിരൽ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. ഒരു
കൈപ്പത്തി മാത്രം കൈവിരകൾ മാത്രം പുറപ്പെട്ട് ആ ഭിത്തിയിൽ എഴുതുന്ന കാഴ്ച കാണുകയുണ്ട്. പിന്നീട് രാജാവ് വളരെ പരവശനായി തീർന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് അത് ബെൽഷസ്സർ രാജാവിനെ ദൈവം കാണിച്ചത്, അതിന്റെ അർത്ഥം ദാനിയേല് അവിടെ വിവരിക്കുകയുണ്ടായി. പിന്നീട് അതിന്റെ അവസാനത്തിലേക്ക് വരും, 5-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് പിന്നീട് ആണെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 25 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ദാനിയേൽ അതിന്റെ അർത്ഥം പറയുകയാണ്. നമ്മൾ വായിക്കുന്നത്, എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മേനെ തെക്കേൽ ഊഫർസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്ത് വേണ്ടി അതിനന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേൽഷസ്സറിന്റെ കൽപ്പനയാൽ അവൻ ദാനിയേലിന് ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദനായ ദാര്യാവേശ 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. അപ്പോൾ ആ ഒരു എഴുത്ത് അത് ദാനിയേല് അത് രാജാവിന് വിവരിച്ചു കൊടുക്കുകയാണ്. മേനെ മേനെ തെക്കേ ലൂഫർസീൻ എന്നാണ് എഴുതിയത്. അതിന്റെ അർത്ഥം അവിടെ പറഞ്ഞു, ദൈവം നിന്നെ തൂക്കി കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ദൈവം അവിടെ കാണിച്ചത്, അവിടെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് ബാബിലോൺ സാമ്രാജ്യം, ബെൽഷസ്സറിന്റെയും അതുപോലെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെയും അന്ത്യം, അവരുടെ നാശവും, പിന്നീട് ആ സാമ്രാജ്യം മേദോ പാഴ്സ്യ സാമ്രാജ്യം അത് ഏറ്റെടുക്കുന്നതായിട്ടും നമുക്ക് അത് ആ ഒരു വലിയ ആ ഒരു കാര്യമാണ് അവിടെ അവരെ കാണിക്കുണ്ട്. അപ്പോൾ ബാബിലോൺ രാജ്യത്തിന്റെ അന്ത്യം, അതുപോലെ മേദോ പാഴ്സ്യ പുതിയൊരു സാമ്രാജ്യത്തിന്റെ തുടക്കം ആണ് അവിടെ അവിടെ ദൈവം ആ നിലയിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വീഴ്ച എന്ന് പറയുന്നത്, ആ ഒരു ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഉടനെ തന്നെ അവിടെ വായിക്കുന്നുണ്ട്. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ രാത്രിയിൽ തന്നെ ബാബിലോൺ ആ സാമ്രാജ്യത്തിന് ഒരു അന്ത്യം വരികയും മേദോ പാഴ്സ്യൻ അല്ലെങ്കിൽ മേദ്യരുടെയും പാഴ്സ്യരുടെയും ആ സാമ്രാജ്യത്തിന് തുടക്കം വരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അന്ന് മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ ദൈവം അവിടെ കാണിച്ചു കൊടുത്തത്. പിന്നീട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാനിയേലിന്റെ സ്വപ്നം, 7-ാം അധ്യായം, നമുക്ക് ദാനിയേൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ കണ്ട ഒരു സ്വപ്നവും അതിന്റെ അർത്ഥവുമാണ് നമുക്ക് അവിടെ കാണാം. അവിടെ ദാനിയേൽ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാല് 2-ാം അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന് സമാനമായിട്ടുള്ള ഒരു സ്വപ്നമാണ് ദാനിയേൽ കണ്ടത്. ഏകദേശം അതിന് സമാനമായിട്ടുള്ള അർത്ഥം ഉള്ള സ്വപ്നമാണ് ദാനിയേല് കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സംഭവം നടക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ 5-ാം അധ്യായത്തിന് മുമ്പുള്ള സമയത്താണ്. അതായത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സമയത്താണ് ഈ 7-ാം അധ്യായത്തിലെ കാര്യം നടക്കുന്നത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, ബാബേൽ രാജാവ് ബെൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഈ സ്വപ്നം ദാനിയേൽ കണ്ടത് ബെൽഷസ്സർ, അതായത് ബാബിലോൺ രാജാവായിട്ടുള്ള ബെൽഷസ്സറിന്റെ 1-ാം ആണ്ടിലാണ്. അപ്പോൾ അവിടെ ദാനിയേൽ കണ്ട സ്വപ്നം 2 മുതലുള്ള വാക്യത്തില് ദാനിയേൽ വിവരിച്ചു പറഞ്ഞെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിന്റെ കരയേറി വന്നു. 1-ാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകും ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന് ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മാനുഷ്യ ഹൃദയം കൊടുത്തു. 2-ാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നീട് 6-ാം വാക്യം, പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ദാനിയേലിനെ ഇവിടെ ദർശനം, അതായത് സ്വപ്നം കാണിക്കുകയാണ്.
അത് 4 മൃഗങ്ങളെയാണ് പ്രധാനമായിട്ടും ദാനിയേൽ അവിടെ കാണുന്നത്. ആദ്യത്തെ മൃഗം എന്ന് പറയുന്നത് നമ്മുടെ വാക്യമുണ്ടായി. ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശം, രണ്ടാമത്തെ മൃഗം കരടിയോട് സദൃശം, മൂന്നാമത്തേത് പുള്ളിപ്പുലിയോട് സദൃശം, നാലാമത്തേത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപമുള്ള, അല്ലെങ്കിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മറ്റു മൃഗങ്ങളോടൊന്നും സാമ്യമില്ലാത്ത ഒരു വിചിത്രമായിട്ടുള്ള ഒരു മൃഗം, നാലാമത്തെ മൃഗം. ഈ 4 മൃഗങ്ങളെയാണ് ദാനിയേൽ കണ്ടത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ മൃഗം അത് സിംഹത്തിന് സമാനമായത്, അത് ബാബിലോൺ സാമ്രാജ്യത്തെയാണ് അത് കാണിക്കുന്നത്. പിന്നീട് കരടിക്ക് സമമായിട്ടുള്ള അല്ലെങ്കിൽ കരടിക്ക് സമമായിട്ടുള്ള മൃഗം എന്ന് പറയുന്നത് മേദ്യരുടെയും പാഴ്സ്യരുടെയും സാമ്രാജ്യമാണ്. അതിനുശേഷം വന്നത് പുള്ളിപ്പുലിക്ക് സമാനമായിട്ടുള്ള മൃഗമാണ്. അത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. പുള്ളിപ്പുലിക്ക് സമാനമായിട്ടുള്ള ഗ്രീക്ക് സാമ്രാജ്യമാണ്. അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ ഒരു വലിയ സാമ്രാജ്യം, പുള്ളിപ്പുലിക്ക് സമാനമായിട്ടുള്ള. പിന്നീട് നാലാമത്തെ മൃഗം എന്ന് പറയുന്നത് അത് റോമൻ സാമ്രാജ്യമാണ്. പ്രധാനമായിട്ടും ഈ 4 സാമ്രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 4 സാമ്രാജ്യത്തെ കുറിച്ചുള്ള ദർശനങ്ങളാണ് ദാനിയേൽ ഇവിടെ നൽകുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് അതിന്റെ 13ഉം 14ഉം വാക്യത്തിൽ വരുമ്പോൾ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തുവരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടൻ. അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഇവിടെ മനുഷ്യപുത്രന്റെ ആ ഒരു നീങ്ങിപ്പോകാത്ത നശിക്കാത്ത രാജ്യത്വത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ 4 സാമ്രാജ്യങ്ങൾ അത് എത്ര തന്നെ ഉന്നതമായിരുന്നാലും എത്ര തന്നെ ശക്തിയുള്ളതായിരുന്നാലും ഈ സാമ്രാജ്യങ്ങളൊക്കെയും തകരും. എന്നാല് അവസാനം മനുഷ്യപുത്രൻ വരികയും മനുഷ്യപുത്രൻ രാജ്യത്വം ഏൽക്കുക. അത് കർത്താവിന്റെ ആ നിത്യമായിട്ടുള്ള രാജ്യത്വം, അതായത് ആ 1000 ആണ്ട് വായിച്ച സഹസ്രാബ്ദത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സ്വപ്നമാണ് ഇവിടെ ദാനിയേൽ 7-ാം അധ്യായത്തില് നമുക്ക് ദാനിയേൽ സ്വപ്നം കാണുന്നു. പിന്നീട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു ദർശനം ഇവിടെ ദാനിയേൽ കാണുകയാണ്. ഒരു ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും ദർശനം ദാനിയേൽ കാണുകയാണ്. അതിന്റെ 8-ാം അധ്യായത്തില് നാം കാണുന്നത്. 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിനു ശേഷം ബെൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനം ഉണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. അപ്പോൾ 7-ാം അധ്യായത്തിലെ ദർശനം ബെൽശസ്സർ രാജാവിന്റെ 1-ാം ആണ്ടിലാണ് ഉണ്ടായത്. ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെൽശസ്സർ രാജാവിന്റെ 3-ാം ആണ്ടിലാണ് ഈ ദർശനം ഉണ്ടായത്. അപ്പോൾ ആ ദർശനം എന്താണെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം വാക്യം മുതൽ 7-ാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഉലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തല പൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാകുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്ര ക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ചു, അതിന്റെ കൊമ്പ് 2ഉം തകർത്ത് കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തി ഇല്ലാതിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ദാനിയേല് ഒരു ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റന്റെയും അതുപോലെ ഒരു കോലാട്ടുകൊറ്റന്റെയും സ്വപ്നം ഇവിടെ ദാനിയേല് കാണുക. അപ്പോൾ ഈ 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ അത് ചിത്രീകരിക്കുന്നത്, അത് കാണിക്കുന്നത് മേദ്യരുടെയും പാഴ്സ്യരുടെയും സാമ്രാജ്യമാണ്. ആ വലിയ മേദോ പാഴ്സ്യൻ സാമ്രാജ്യമാണ് അവിടെ ആ 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ കാണിക്കുന്നത്. അപ്പോൾ പിന്നീട്
അതിന് രണ്ട് കൊമ്പുണ്ടായിരുന്നു. അതായത് മേദ്യരും പാഴ്സ്യരും, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മേദോ പാഴ്സ്യ സാമ്രാജ്യം. എന്നാൽ പിന്നീട് വന്ന ആ കോലാട്ടുകൊറ്റൻ, അതായത് ഈ ആട്ടുകൊറ്റനെ ആക്രമിച്ച കോലാട്ടുകൊറ്റൻ, അതായത് ഒരു വലിയ കൊമ്പുള്ള ആ കോലാട്ടുകൊറ്റൻ, അത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. അപ്പോൾ അതിൽ ആ വലിയ കൊമ്പ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അപ്പോൾ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സാമ്രാജ്യമാണ് ആ കോലാട്ടുകൊറ്റൻ. അപ്പോൾ ഈ പിന്നീട് നമ്മൾ അവിടെ വായിക്കുന്നത്, പിന്നീട് നമ്മൾ അതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ കോലാട്ടുകൊറ്റന്റെ ആ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ട് അതിന്റെ സ്ഥാനത്ത് 4 കൊമ്പുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അലക്സാണ്ടറിന് ശേഷം അലക്സാണ്ടറിന്റെ ആ രാജ്യം, ആ സാമ്രാജ്യം 4ആയിട്ട് വിഭാഗിക്കപ്പെടും. ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനൊക്കെ മുമ്പേ, ഇത് സംഭവിക്കുന്നതിന് മുമ്പേ കൃത്യമായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ, അതായത് ബൈബിളില് ഇതൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സമയത്ത്, ബെൽഷസറിന്റെ സമയത്താണ് ഇനി ഉണ്ടാകാൻ പോകുന്ന മേദോ പാഴ്സ്യയെ കുറിച്ചും ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ചുമുള്ള ആ ഒരു പ്രവചനം ഇവിടെ ദാനിയേലിലൂടെ ദൈവം നൽകുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചരിത്രത്തിൽ നടന്നതാണ്. ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിഷയങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ. നാം ഇന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ അത് ദാനിയേൽ പറയുമ്പോൾ അത് പ്രവചനത്തിലാണ്, അത് മുമ്പോട്ട് നോക്കിയാണ്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാനുള്ള കാര്യമായിട്ടാണ് ഇവിടെ ദാനിയേൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കോലാട്ടുകൊറ്റന്റെ ആ ഒരു വലിയ കൊമ്പ് ഒടിഞ്ഞുപോയി. അതിനുശേഷം ആ സ്ഥാനത്ത് 4 കൊമ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തിന് ശേഷം അത് 4ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ട് ആ 4 പേര് അത് ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അതിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് നാം തുടർന്ന് മുഴുവനായിട്ട് വായിക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് നാം ഓടിപ്പോകുന്നത്. നാം അതിന്റെ ഈ 4 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളയ്ക്കുന്നു. ആ ചെറിയ കൊമ്പെന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായി. ആ രാജാവിന്റെ പേരാണ്, ചരിത്ര പുസ്തകങ്ങൾ നാം നോക്കിയാൽ ആ രാജാവാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആ ഒരു വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവുണ്ട്. ആ രാജാവിനെ കുറിച്ച് പറയുന്നത്, എന്ത് ചെയ്തു, അവിടെ അതിന്റെ 13-ാം വാക്യം, 13-ഉം 14-ഉം വാക്യങ്ങളില്, അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ മന്ദിരത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കോണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിനവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ, പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നത് വളരെ ദുഷ്ടനായിട്ടൊരു രാജാവായിരുന്നു. ആ രാജാവ് ദേവാലയത്തെ അശുദ്ധമാക്കി. അത് മാത്രമല്ല, നിരന്തര ഹോമയാഗങ്ങൾ, ഡെയിലി സർവീസ്, നിരന്തര ഹോമയാഗങ്ങള് താന് നിർത്തലാക്കി. അത് എത്ര ദിവസം? 2300 ദിവസങ്ങള് ആ നിലയില് നിരന്തര ഹോമയാഗങ്ങള് അശുദ്ധമാക്കുകയും നിർത്തലാക്കുകയും ദേവാലയം അശുദ്ധമാക്കുകയും ചെയ്തു. അപ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസ് ദുഷ്ടനായിട്ടുള്ള രാജാവായിരുന്നു. തന്നെ കുറിച്ചും ചരിത്രത്തിലെ താളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതൊക്കെ സംഭവിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ദാനിയേല് അതിനെ കുറിച്ച് പ്രവചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നേരത്തെ നടന്നിട്ടുള്ള പ്രവചനങ്ങളുടെ ഒക്കെ നിവൃത്തി നാം കാണുമ്പോൾ നമുക്ക് അതിൽ സന്തോഷിക്കാനുള്ളത്, ഇനിയും പല പ്രവചനങ്ങളുണ്ട്, അത് തീർച്ചയായിട്ടും നിറവേറും, നടപ്പാകും, അതിന് യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം വളരെ കൃത്യമാണ്. ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അക്ഷരം പടി നിറവേറുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 9-ാം അധ്യായത്തില് 70 ആഴ്ചവട്ടങ്ങളുടെ ആ ഒരു പ്രവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 70 ആഴ്ചവട്ടം നാം ഒരുപക്ഷെ നാം പല പ്രാവശ്യം കേട്ടിട്ടുള്ളതായിരിക്കും, പലരും പഠിപ്പിച്ചിട്ടുള്ള വേദഭാഗമാണ്. ഈ 70 ആഴ്ചവട്ടങ്ങളുടെ ആ ഒരു കണക്ക് നമുക്ക് ഈ 9-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും
പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായ കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാവും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കിക്കളയും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ ഇവിടെ 70 ആഴ്ചവട്ടം, അതായത് ഈ ആഴ്ചവട്ടങ്ങൾ തുടങ്ങുന്നത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് മുതൽ, അതായത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുന്നതിന് കൽപ്പന പുറപ്പെടുന്നത് മുതലുള്ള 70 ആഴ്ചവട്ടങ്ങളാണ്. ഇവിടെ 70 ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അതായത് 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 490 വർഷങ്ങളാണ്. അപ്പോൾ 490 വർഷത്തെ ആ ഒരു കാര്യമാണ് ഇവിടെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷങ്ങളാണ്. നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ വീക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച എന്നും ആകാം, ഒരു ആഴ്ചവട്ടം എന്നും ആകാം. ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷങ്ങളാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും നാം ഉപയോഗിക്കുന്നത് ആഴ്ചവട്ടം എന്ന നാമം പലപ്പോഴും ഒരു ആഴ്ചക്ക് നാം ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ആരാധനയ്ക്കൊക്കെ നാം ഒരു ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം കടന്നു വന്ന് നമ്മൾ സാധാരണ നാം പറയാറുണ്ട്. പക്ഷെ അത് ടെക്നിക്കലി അത് തെറ്റാണ്. ഒരാഴ്ചയുടെ 1-ാം ദിവസമാണ് ഞായറാഴ്ച ദിവസം, അല്ലാതെ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷങ്ങളാണ്. അത് നാം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ഈ 70 ആഴ്ചവട്ടങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തുടങ്ങുന്നത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള കൽപ്പന ലഭിച്ചത് മുതലാണ്. അപ്പോൾ ആ നിലയിൽ 4 കൽപ്പനകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്രയുടെ പുസ്തകവും അതുപോലെ അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകവും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ നിലയിൽ 4 കൽപ്പനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 കൽപ്പന. ഒന്നാമത്തെ കൽപ്പന കോരേശ് രാജാവിന്റെ BC 538 കോരേശ് രാജാവാണ് ആദ്യമായിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. ആ കൽപ്പന എന്ന് പറഞ്ഞാല് യെരൂശലേമിലേക്ക് മടങ്ങി പോകേണ്ടവർക്ക് പോകാം, അവിടെ ദേവാലയം പണിയാനായിട്ട് പോകേണ്ടവർക്ക് പോകാമെന്നുള്ള ആ ഒരു കൽപ്പന കോരേശ് രാജാവാണ് BC 538 പുറപ്പെടുവിച്ചത്. പിന്നീട് രണ്ടാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാല് ദാരിയാവേശ് രാജാവ് BC 512 ആ കൽപ്പന പുറപ്പെടുവിച്ചത്. അത് നമുക്ക് എസ്രയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്രയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ലും 6-ലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മൂന്നാമത്തെ കൽപ്പന പുറപ്പെടുവിച്ചത് അർത്ഥസിഷ്ട രാജാവാണ്. 457 BC 457 അർത്ഥസിഷ്ട രാജാവാണ്. പിന്നീട് 4-ാമത്തെ കൽപ്പന പുറപ്പെടുവിച്ചത് BC 444 നെഹമ്യാവിന്റെ സമയത്ത് അർത്ഥസിഷ്ട രാജാവാണ്. അതായത് യെരൂശലേമിനെ വീണ്ടും പണിയാനായിട്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് യെരൂശലേമിന്റെ മതിലുകളെയും യെരൂശലേമിനെയും പണിയാനായിട്ടുള്ള കൽപ്പനയാണ് അർത്ഥസിഷ്ട രാജാവ് BC 444 പുറപ്പെടുവിച്ചത്. അപ്പോൾ ഈ 4 കൽപ്പനയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ യെരൂശലേമിനെ പണിയാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് പ്രധാനമായിട്ടും അർത്ഥസിഷ്ട രാജാവാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. അത് BC 444 സംഭവിച്ചത്. അപ്പോൾ ഈ 70 ആഴ്ചവട്ടം തുടങ്ങുന്നത് BC 444, അതായത് ഈ അർത്ഥസിഷ്ട രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത് മുതലാണ്. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 ഗുണം 7, ഒരാഴ്ചവട്ടം 7 വർഷങ്ങളാണ്. അങ്ങനെയെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 ഗുണം 7 490 വർഷങ്ങളാണ്. 490 വർഷങ്ങൾ. അപ്പോൾ ഈ 490 വർഷമാണ് ഇനിയും, അതായത് യഹൂദ ജാതിക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള വർഷങ്ങള്, സമയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 470 ആഴ്ചവട്ടത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയുണ്ടായി, അതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 490 വർഷങ്ങൾ, അതായത് 70 ആഴ്ചവട്ടത്തെ 3ആയിട്ട് തിരിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ 7 ആഴ്ചവട്ടം 7 വീക്സ് അല്ലെങ്കിൽ 7 ആഴ്ചവട്ടം
7 ഗുണം 7 49 വർഷങ്ങൾ. 49 വർഷങ്ങൾ യെരുശലേമിനെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള, പുനർനിർമ്മിക്കാനായിട്ടുള്ള സമയമാണ്. അതിനുശേഷം പിന്നീട് 62 ആഴ്ചവട്ടം, അതിനുശേഷം 62 ആഴ്ചവട്ടം, അതായത് 62 ഗുണം 7 434 വർഷം. 434 വർഷം. ആ വർഷം എന്ന് പറയുന്നത് അതായത് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെയുള്ള, അഭിഷിക്തനായോളം വരും, ആ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെയുള്ള സമയമാണ് തുടർന്നുള്ള 62 ആഴ്ചവട്ടം. അപ്പോൾ യെരുശലേം പണിയും അതിന് 7 ആഴ്ചവട്ടം, അതായത് 49 വർഷം യെരുശലേം യഥാസ്ഥാനപ്പെടുത്താൻ പണിയാനുള്ളതാണ്. പിന്നീടുള്ള 62 ആഴ്ചവട്ടം, അതായത് 434 വർഷത്തെ വീണ്ടും അതിനെ പണിയും. പക്ഷെ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അതിന്റെ അവസാനത്തിങ്കൽ അഭിഷിക്തൻ അവിടെ ഛേദിക്കപ്പെടും. അപ്പോൾ 62 ആഴ്ചവട്ടം 26 കാണുന്നു. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. അപ്പോൾ അഭിഷിക്തൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം കർത്താവിന്റെ മരണമാണ്. അപ്പോൾ കർത്താവിന്റെ മരണം വരെയുള്ള സമയമാണ് 62 7 69 ആഴ്ചവട്ടം. പിന്നെ ശേഷിക്കുന്നത് ഒരു ആഴ്ചവട്ടമാണ്. ആ ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു പ്രഭു, ഇവിടെ പറയുന്നുണ്ട്, ഒരു പ്രഭു എഴുന്നേൽക്കും. ആ പ്രഭുവിന്റെ, അതായത് അന്ത്യക്രിസ്തുവിന്റെ ഭരണമാണ് ആ 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അന്ത്യക്രിസ്തുവിന്റെ ഭരണം, അപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. പിന്നീടുള്ള 7 വർഷം എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിന്റെ ഭരണമാണ്. നമുക്കറിയാം ഇതിന്റെ മധ്യത്തില് ഒരു സമയമുണ്ട്, അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതിന്റെയും അതുപോലെ അന്ത്യക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്നതിനിടയില് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്താണ് നാം ആയിരിക്കുന്നത്. അതാണ് കൃപായുഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭായുഗം, അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്. ദൈവം അനുവദിച്ചിട്ടുള്ള ഒരു ഗ്രേസ് പീരീഡാണ്, ഒരു കൃപായുഗമാണ്. കൃപയുടെ ഒരു യുഗത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. അപ്പോൾ ആ കൃപായുഗം അത് എത്ര വർഷമാണ് നമുക്കറിയത്തില്ല. പക്ഷെ ഈ 69-ന്റെയും 70-ന്റെ ഇടയിൽ ഒരു കൃപായുഗം ദൈവം ഒരുക്കി വെച്ചു. ആ കൃപായുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ 62 7 69 ആഴ്ചവട്ടത്തിന്റെ അവസാനത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. പിന്നീട് ഉള്ള ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ അത് മഹാപീഡനകാലമാണ്. ഒരു പ്രഭു എഴുന്നേൽക്കും, അതായത് അന്ത്യക്രിസ്തു എഴുന്നേൽക്കും. എന്നിട്ട് അവിടെ നാം കാണുന്നുണ്ട്, ആ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തില്, ദ മിഡിൽ ഓഫ് ദ വീക്ക്, ആ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തില് എന്ത് ചെയ്യും? അവിടെ നാം വായിക്കുന്നുണ്ട് 27, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കിക്കളയും. അപ്പോൾ അതിന്റെ മധ്യത്തില്, അതായത് 3.5 വർഷം കഴിയുമ്പോൾ താന് ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. ആ നിലയില് യെരുശലേം മന്ദിരത്തെ യെരുശലേം മന്ദിരം വീണ്ടും പണിയും അവര്. പക്ഷെ ആ മന്ദിരത്തെ അശുദ്ധമാക്കും. അത് മാത്രമല്ല, അവിടെ യാഗങ്ങൾ നിർത്തലാക്കും. പിന്നീട് നടക്കുന്ന സംഭവം നമുക്കറിയാം. അവിടെ താൻ തന്റെ ഒരു പ്രതിമ വെക്കും, എന്നിട്ട് അതിനെ നമസ്കരിക്കാനായിട്ട് പറയും. പക്ഷെ ഇസ്രായേൽ ജനം അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അന്ത്യക്രിസ്തു അവർക്കെതിരായിട്ട് നിൽക്കും. അങ്ങനെ വലിയ കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും അവര് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ആ 70 ആഴ്ചവട്ടം, അതായത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്താനുള്ള കൽപ്പന പുറപ്പെടുന്നത് മുതൽ അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനം, അല്ലെങ്കിൽ കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കം, ആരംഭം വരെയുള്ള ആ ഒരു സമയം 70 ആഴ്ചവട്ടം, 70 ഗുണം 70, അതായത് 490 വർഷങ്ങൾ. അതിന്റെ കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത്രയും കൃത്യ വർഷങ്ങൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃത്യം 490, അതില് ഒരു ദിവസത്തിന്റെ പോലും വ്യത്യാസമില്ലാതെ ദൈവം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ അത് വളരെ കൃത്യമായിട്ട് അത് നടന്നായിട്ട് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രവചനങ്ങളാണ് ദാനിയേൽ പ്രവചനത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ. മുഴുവൻ പ്രവചനത്തിലോട്ട് നമുക്ക്
പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നില്ല. ദാനിയേൽ പ്രവചനം മുഴുവനായിട്ട് പഠിക്കണമെങ്കിൽ വളരെ ദിവസങ്ങൾ തന്നെ ആവശ്യമുണ്ട്. അതല്ല നമ്മുടെ വിഷയം. നാം ബൈബിൾ സർവേ ആണ് നാം നടത്തുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുമായി ദാനിയേൽ പ്രവചനം നമുക്കറിയാം, ഇതിൽ 12 അധ്യായങ്ങളാണുള്ളത്. 12 അധ്യായങ്ങളും 357 വാക്യങ്ങളുമാണ് ഈ പ്രവചനത്തിൽ നമുക്ക് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇനി ഉള്ളടക്കത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ദാനിയേൽ പ്രവചനത്തിന്റെ ഉള്ളടക്കം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. അതുകൊണ്ട് നമുക്ക് വളരെ പരിചിതമാണ് ഇതിലെ ഓരോ സംഭവങ്ങൾ എന്ന് പറയുന്നത്. 1-ാം അധ്യായത്തില് ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും ആ വലിയ തീരുമാനവും അവരുടെ പരിശീലനവും നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. 2-ാം അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നവും അതുപോലെ ദൈവത്തിന്റെ സർവാധിപത്യവും 2-ാം അധ്യായത്തില് നാം കാണും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ ഒരു സ്വർണ്ണബിംബവും അതുപോലെ തീച്ചൂളയും 3 ബാലന്മാര് ശദ്രക്ക് മേശക്ക് അഭേദനവും അവരെ തീച്ചൂളയിൽ എറിയുന്നതും അവരെ ദൈവം അത്ഭുതകരമായിട്ട് തീച്ചൂളയിൽ 4-മനായിട്ട് ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ ആ ഒരു പ്രവർത്തനം കരവും നമുക്ക് 3-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്. പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാല് നെബൂഖദ്നേസർ രാജാവ് 2-മതൊരു സ്വപ്നം കാണുന്നു. നമ്മള് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ട്, ആകാശത്തോളം ഉയർന്ന വൃക്ഷം. ആ സ്വപ്നം നെബൂഖദ്നേസർ രാജാവ് കാണുകയും പിന്നീട് നെബൂഖദ്നേസർ രാജാവിനെ ദൈവം താഴ്ത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് 4-ാം അധ്യായത്തില് കാണാം. പിന്നീട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെൽഷസ്സർ രാജാവിന്റെ വിരുന്നും അതുപോലെ ബാബിലോണിന്മേലുള്ള ദൈവത്തിന്റെ ദൈവിക ന്യായവിധിയും നാം 5-ാം അധ്യായത്തില് കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേലും സിംഹക്കുഴി, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള അധ്യായമാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്നത് ദൈവം അവിടെ നിന്ന് ദാനിയേലിനെ വിടുവിക്കുകയും ചെയ്യുന്ന ആ ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണും. പിന്നീട് 7-ാം അധ്യായത്തില് നാം ചിന്തിക്കുകയാണ്, സമുദ്രത്തിൽ നിന്ന് കയറുന്ന 4 മൃഗങ്ങളും അതുപോലെ മഷിയയുടെ ദൈവിക രാജ്യവും നമുക്ക് 7-ാം അധ്യായത്തില് കാണാൻ സാധിക്കും. ആ 4 മൃഗങ്ങളും തന്നെ 4 സാമ്രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ സാമ്രാജ്യങ്ങളുടെ ഒക്കെ അവസാനം അതായത് മനുഷ്യപുത്രൻ, അതായത് കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുകയും നിലനിൽക്കുന്ന രാജ്യത്വം അത് നടത്തുകയും ചെയ്യുന്നത് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് 8-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ഗ്രീസ്, അതായത് ഗ്രീക്ക് പേർഷ്യ, അതായത് മേദോ പാഴ്സ്യൻ സാമ്രാജ്യത്തെ ഗ്രീസ് കീഴടക്കുന്നതും അതുപോലെ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ഭരണവും അത് ദാനിയേലിനെ ദൈവം അത് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് 8-ാം അധ്യായത്തിൽ നാം കാണുന്നു. പിന്നീട് 9-ാം അധ്യായത്തിലെ പല വിഷയങ്ങളുണ്ടെങ്കിലും 70 ആഴ്ചവട്ടത്തിന്റെ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ആ ഒരു പ്രവചനം അത് 9-ാം അധ്യായത്തിൽ നാം കാണുന്നു. പിന്നീട് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ വിജയം നമുക്ക് 10-ാം അധ്യായത്തിൽ കാണാം. പിന്നീട് 11-ാം അധ്യായത്തില് വീണ്ടും അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കീഴിലുള്ള പീഡനം അത് നാം 8-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് ദർശനം നമ്മൾ കണ്ടു. പിന്നെ 11-ാം അധ്യായത്തില് അന്ത്യോക്യസ് എപ്പിഫാനസിന് കീഴിൽ അവരനുഭവിച്ച പീഡനം അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന, ദാനിയേൽ എഴുതുമ്പോൾ അവരനുഭവിക്കാൻ പോകുന്ന പീഡനത്തെ കുറിച്ച് 11-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവജനത്തിന്റെ അന്തിമ വിജയമാണ് 12-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 12 അധ്യായങ്ങളും ഈ ഉള്ള പ്രധാന കാര്യങ്ങള് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് ഈ ദാനിയേൽ പ്രവചനത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ദാനിയേൽ പ്രവചനം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. നാം തീർച്ചയായിട്ടും പഠിക്കേണ്ടുന്ന ഒരു പ്രവചന പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. ഇതിലെ പ്രധാന വിഷയം അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാക്യം വായിക്കാൻ ആദ്യം 5-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനായി നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു. ലോകരാഷ്ട്രങ്ങളുടെ മേല് ദൈവത്തിന്റെ സർവാധിപത്യത്തെ കുറിച്ചുള്ള
പ്രാവചനിക ദർശനങ്ങള് ചരിത്രത്തിലൂടെ ദൈവ ദൈവജനത്തിന് നൽകുക എന്നുള്ളതാണ് ഈ പ്രവചനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ദൈവമാണ് എല്ലാത്തിനും മീതെ ഉള്ള ദൈവത്തിനാണ് സർവാധിപത്യമുള്ളത്. സകലത്തിന്മേലും ഉള്ളത് ദൈവമാണ്. ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ നിയന്ത്രണത്തിലും സർവാധിപത്യത്തിലുമാണ് എല്ലാം നടക്കുന്നത്. എല്ലാ മനുഷ്യരുടെ എല്ലാ രാജ്യത്വത്തിന്മേലും അത്യുന്നതനായ ദൈവം വാഴുന്നു. ദൈവം അത്യുന്നതനാണ്. എല്ലാറ്റിനും മേലെ എല്ലാ രാജാക്കന്മാർക്കും എല്ലാ സാമ്രാജ്യങ്ങൾക്കും എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും മേലെ ദൈവത്തിന്റെ ആ സർവാധിപത്യം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം സർവാധിപത്യം പ്രാപിച്ചവരാണ്. അപ്പോൾ ദൈവം അറിയാതെ അല്ല ഒന്നും സംഭവിക്കുന്നത്. അത് നമുക്ക് വളരെ ധൈര്യം തരുന്ന കാര്യമാണ്. ഈ ലോകത്തിൽ അധികാരികളെ ആക്കുകയും നീക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. നാം വിചാരിക്കും നമ്മൾ വോട്ട് കൊടുത്തുകൊണ്ടാണ് ഇവർ ജയിക്കുന്നത്. എന്നാല് അവിടെ ദൈവമാണ് ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ വോട്ട് കൊടുത്താലും ഇല്ലെങ്കിലും വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ദൈവം ആരെയാണോ നിയമിച്ചിരിക്കുന്നത് അവരാണ് വാഴുന്നത്. അവരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതിന്റെ ഒക്കെ പിന്നില്, എല്ലാ അധികാരങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്, ഈ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും അധികാരങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്, പർപ്പസ് ഉണ്ട്. അതിനനുസരിച്ച് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ദൈവമാണ് സർവാധിപതി, എല്ലാറ്റിനും മേലെ ദൈവമാണെന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഈ ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാം ഓർത്തതുപോലെ പഴയ നിയമ പ്രവചന പുസ്തകങ്ങളില് ഏറ്റവും അധികം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പുസ്തകമാണ് ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പുതിയ നിയമത്തിലെ പ്രവചന ഭാഗങ്ങളില് ഈ ദാനിയേലിന്റെ പുസ്തകമാണ് മറ്റേത് പഴയ നിയമ പുസ്തകങ്ങളെക്കാളും അധികം ഉദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. പ്രവചനങ്ങള് പുതിയ നിയമത്തില് ഉള്ള പ്രവചന ഭാഗങ്ങളിലൊക്കെയും നമ്മൾ നോക്കിയാൽ അതിൽ കൂടുതൽ പ്രാവശ്യവും പരാമർശിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനമാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. പിന്നീട് ഇതിന്റെ പ്രത്യേകത നമ്മൾ കാണുകയുണ്ടായി. ഭൂമിയില് ഉടലെടുക്കുന്ന 4 മഹാസാമ്രാജ്യങ്ങൾ, അതായത് ബാബിലോൺ, മേദോ-പേർഷ്യ, ഗ്രീസ്, റോം, ഈ 4 സാമ്രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 4 സാമ്രാജ്യങ്ങളെ കുറിച്ചും അതുപോലെ ക്രിസ്തുവിനെ നശിക്കാത്ത നിത്യരാജ്യത്വത്തെ കുറിച്ചുമുള്ള വിവരങ്ങൾ ദാനിയേൽ പ്രവചനം പോലെ വേറൊരു പുസ്തകത്തിലും നാം കാണുന്നില്ല. അപ്പോൾ ഈ 4 സാമ്രാജ്യങ്ങൾ, ബാബിലോൺ, മേദോ-പേർഷ്യ, ഗ്രീസ്, റോം, ഈ 4 സാമ്രാജ്യങ്ങൾ, ഇത് ദാനിയേല് പ്രവചിച്ച സമയത്ത് ഇതൊക്കെ പ്രവചനത്തിലാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് നാം നോക്കിയാൽ അതൊക്കെ ചരിത്രമാണ്. ഈ സാമ്രാജ്യങ്ങളൊക്കെയും ഉണ്ടായി. അപ്പോൾ ആ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ നശിക്കാത്ത നിത്യരാജ്യത്വം ഇനി വരാൻ പോകുന്നത് അത് ഇപ്പോഴും പ്രവചനമായിട്ട് അവശേഷിക്കുകയാണ്. ആ മറ്റു കാര്യങ്ങളൊക്കെ നിറവേറിയെങ്കിൽ അതും നിറവേറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ നിത്യരാജ്യത്തിൽ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും അസ്തമിക്കാത്ത, നിലനിൽക്കുന്ന രാജ്യത്വം നമ്മുടെ കർത്താവിൻ്റെതാണ്. കർത്താവ് രാജ്യം ഏറ്റെടുക്കുവാൻ ഉള്ള സമയം വളരെ ആസന്നമായിരിക്കാം. അത് മാത്രമല്ല, നമുക്കതിൽ വളരെ സന്തോഷിക്കാനുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയാൽ, ദൈവത്തിന്റെ വലിയ കരുണയാല് നമുക്കും ആ രാജ്യത്തിൽ ഒരു ഭാഗമാകുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. കർത്താവിനോട് കൂടെ ആ രാജ്യത്തിൽ അതിലൊരു ഭാഗമാകുവാൻ ദൈവം നമ്മയും സഹായിച്ചു. അത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. നമുക്ക് ഈ പദ്ധതിയിലൊന്നും, ദൈവത്തിന്റെ ഈ പ്ലാനിലൊന്നും നമ്മൾ ഇതിന്റെ 7 അയലത്ത് പോലും ഇല്ല, ഇതിന്റെ അടുത്തൊന്നും നമ്മളില്ല. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു വലിയ കൃപ നമ്മോട് തോന്നി. ആ ഒരു ഗ്രേസ് പീരീഡ് നമ്മൾ ഓർത്തതുപോലെ 69-ാം ആഴ്ചവട്ടത്തിലെയും 70-ാം ആഴ്ചവട്ടത്തിലെയും ഇടയിൽ ഒരു ഗ്രേസ് പീരീഡ് ദൈവം തന്നതുകൊണ്ട് അതില് നമുക്ക് ദൈവത്തിന്റെ വലിയ കൃപയാല് നമുക്ക് കടന്നു വരുവാനും ഈ വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സഹായിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഈ രാജ്യത്തെ, ഈ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു കാര്യമാണ് ദാനിയേൽ പ്രവചനത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതുപോലെ ദാനിയേൽ പ്രവചനത്തിലെ ക്രിസ്തുവിനെ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പല 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 സ്ഥലത്ത് നമുക്ക് കാണുകയുണ്ടായി. 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി അഭിഷിക്തനായ പ്രഭു 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അപ്പോൾ അവിടെ അഭിഷിക്തനായിട്ടുള്ള പ്രഭുവായിട്ട് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 3-ാം അധ്യായത്തില് 25-ാം വാക്യത്തിൽ ഈ ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെയും ഈ ചൂടയിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാല് രാജാവ് നെബൂഖദ്നേസർ രാജാവ് നോക്കിയപ്പോൾ അതില് 3 പേരെയാണ് ഇട്ടത്. പക്ഷെ 4-മതൊരാളെ കൂടെ കാണുവാനായിട്ട് ഇടയായിട്ടത്. അപ്പോൾ ആ 4-മത്തെ വ്യക്തി അല്ലെങ്കിൽ അഗ്നിജ്വാലയിലെ 4-മൻ ആയിട്ട് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഗ്നിജ്വാലയിൽ 4-മനായിട്ടല്ല 1-മനായിട്ട് തന്നെ കർത്താവിനെ നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികള്, പ്രയാസങ്ങള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് ആ പ്രതിസന്ധികളില്, പ്രയാസങ്ങളില് നമ്മോട് ഒരുമിച്ച് ആ പ്രശ്നങ്ങളിൽ 1-മനായിട്ട് നമ്മോട് കൂടെ ഉള്ള കർത്താവിനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ 2-ാം അധ്യായത്തിലെ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം, അതില് 4 സാമ്രാജ്യങ്ങൾ, ബാബിലോൺ സാമ്രാജ്യം, അതിനുശേഷം മേദോപേർഷ്യ, ഗ്രീസ്, റോം, ഈ സാമ്രാജ്യങ്ങളെ കുറിച്ച് കണ്ടു. അപ്പോൾ ഏറ്റവും അവസാനം ആ കാലില് വന്ന് ഇടിച്ച ആ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല്, അത് ആ കല്ല് സകല സാമ്രാജ്യങ്ങളെ തകർത്ത് ധൂളിയാക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ കല്ല് അത് വളർന്ന് ഒരു വലിയ പർവ്വതമായിട്ട് നിറഞ്ഞു, അത് ഭൂമി മുഴുവനും നിറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കർത്താവിന്റെ നിത്യ രാജ്യത്വമാണ്. ഭൂമി മുഴുവൻ നിറയാൻ പോകുന്ന ആ ഒരിക്കലും ഇളകാത്ത ആ ഒരു നിലനിൽക്കുന്ന രാജ്യത്വമാണ്, കർത്താവിന്റെ വരുവാൻ പോകുന്ന രാജ്യത്വമാണ് അത് കാണിക്കുന്നത്. ആ നിലയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത്. അനേക കാര്യങ്ങൾ നമുക്ക് ഇനിയും ഈ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് പഠിക്കേണ്ട വളരെ ആവശ്യമുള്ള, പഠിക്കുന്തോറും നമുക്ക് വളരെ ഉത്സാഹം, നമ്മെ ഉത്സാഹിപ്പിക്കുകയും ആ നിലയിൽ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു പുസ്തകമായിട്ട് ദാനിയേൽ പ്രവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ നിലയിൽ ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനായിട്ടും ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.